കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട അപർണ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് കോവിഡ് അനന്തര പ്രശ്നങ്ങളുള്ളത് കൊണ്ട് മാധ്യമ സെമിനാറുകളിലോ പൊതുപരിപാടികളിൽ തന്നെയോ അങ്ങനെ പോകാറില്ല. പക്ഷേ ഇവിടേക്ക് വരുന്നത് സന്തോഷത്തോടെയാണ്. ഒന്ന്, ഇതെൻ്റെ മാതൃ സർവകലാശാലയാണ്. എൻ്റെ പ്രീ ഡിഗ്രി മുതലുള്ള വിദ്യാഭ്യാസം മുഴുവൻ അവിഭക്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് കീഴിലായിരുന്നു, കേരളോർമയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരഭിമാനം. രണ്ട്, ഇത് EMS ചെയറിൻ്റെ രജത ജൂബിലി വേദിയാണ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ EMS ചെയർ. ഇന്ന് ഇന്ത്യൻ സർവകലാശാലകളിലെ ഇത്തരത്തിലുള്ള ചെയറുകളും ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻ്റൽ സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യ എന്ന ആശയത്തിനെതിരെ വിന്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു അക്കാദമിക സംരംഭമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് EMS ചെയർ. അതിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൽ ഇങ്ങനെ ഒരു വിഷയവുമായി പങ്കെടുക്കാൻ എത്തുന്നതാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷം. ഞാൻ പറയട്ടെ, ഈ വേദി ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ എല്ലാ പ്രസംഗകരും പരാമർശിച്ചതുപോലെ EMSൻ്റെ സ്മരണയ്ക്ക് മുന്നിലാണ്. EMSൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരിടമായിരുന്നു മാധ്യമങ്ങളുടേത്. പത്രങ്ങളിൽ വായനക്കാരൻ്റെ കോളം മുതൽ സൈൻഡ് എഡിറ്റോറിയൽ പത്രാധിപർ സ്വന്തം കയ്യൊപ്പ് രേഖപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന മുഖപ്രസംഗങ്ങൾ വരെ പ്രസിദ്ധീകരിച്ച ഒരു മനുഷ്യനാണ് EMS. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വേദിയിൽ നിന്ന് പത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ചില വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനുവേണ്ടി രേഖപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ EMSൻ്റെ നാമം പേറുന്നൊരു വേദിയിൽ നിന്ന് പത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ചു മുമ്പ് EMSനെ കുറിച്ച് എഴുതിയ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. EMS എന്ന ഒരു കവിത ഞാൻ എഴുതാൻ ഇടവന്നു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആ സംസാരം നിന്നപ്പോൾ ഞങ്ങൾ വിൽക്കുന്നോരായി, ആ നടത്തം തീർന്നപ്പോൾ ഞങ്ങൾക്കാണിടറുന്നു. EMSനെ കണ്ടവരിവിടെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ നടത്തത്തിന് അവസാന കാലത്തൊരു ഇടർച്ച ഉണ്ടായിരുന്നു, തത്തിത്തെത്തി ശാരീരിക അവശതകൾ മൂലം. അങ്ങനെ ഇടറി അദ്ദേഹം നടക്കുന്നത് നിന്നപ്പോൾ നമ്മളാണിപ്പോൾ ഇടറിക്കൊണ്ടിരിക്കുന്നത്, ഈ കേരളമാണ് എന്ന് ഞാനതിൽ വേദനയോടെ രേഖപ്പെടുത്തി. വിക്കിയാലും മിണ്ടണം എന്ന് അങ്ങ് പ്രസംഗിച്ചു, കേൾവി വാടാം കാതോർക്കൂ എന്നങ്ങ് ചെവിയോർത്തു, പല്ലഴകല്ല ചിരി എന്നങ്ങ് ചിരി തൂകി, മോശം കൈപ്പട ഇല്ല എന്നെഴുതി തെളിയിച്ചു. വളരെ മോശം കൈപ്പടയാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ എഴുതി പത്രോഫീസിലൊക്കെ ഞങ്ങളത് വായിക്കുമായിരുന്നു. മത്സ്യമാംസ ഭക്ഷണം നിഷിദ്ധമല്ല എന്നുണ്ടു, ഇടറാം പക്ഷേ നീങ്ങും എന്നങ്ങ് നടന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞ വരി, ആ സംസാരം നിന്നപ്പോൾ ഞങ്ങൾ വിൽക്കുന്നോരായി, ആ നടത്തം തീർന്നപ്പോൾ ഞങ്ങൾക്കാണിടറുന്നു, ആ പ്രസംഗം മാഞ്ഞപ്പോൾ ഞങ്ങൾ മൈതാനം വിട്ടു, ആ എഴുത്തൊഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏട്ടിലില്ലാതായി, ആ ചിരി പൊയ്പോയപ്പോൾ ചിരി കിട്ടാത്തോർ ഞങ്ങൾ, ആ ഭക്ഷണ രാഷ്ട്രീയ മാതൃക മറഞ്ഞപ്പോൾ തീണ്ടുന്നു ഞങ്ങൾ ഉണ്ണും പാത്രത്തെ ശുദ്ധിഭൂതം. ഇങ്ങനെയാണ് ഞാൻ EMSനെ 1.5 കൊല്ലം മുമ്പ് ഓർത്തത്. ഇതിന് വരുമ്പോൾ ഞാൻ
തിരഞ്ഞ EMSൻ്റെ വാക്യങ്ങളിൽ ചിലത് കണ്ടപ്പോൾ എനിക്കത് എത്ര അർത്ഥവത്താണ് എന്ന് തോന്നി.